ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ എന്താണ് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ഉള്ള കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. കുറെ ആയിട്ട് നമ്മുടെ ഹാൻഡ് വർക്കിന്റെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ഹാൻഡ് വർക്ക് ഉള്ള കുർത്തീസും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഓണത്തിന് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഇപ്പം ഇത് എന്താ പറയാ, ഈ ഒരു ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഈ ഒരു ഓണിയൻ ഷെയ്ഡ് തന്നെ ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. എനിക്കറിയാം, ഒരു ഡാർക്ക് പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഓണിയൻ ഷെയ്ഡ് ശരിക്കും ആ ഉള്ളിത്തോണ്ടിന്റെ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നത്. സൂപ്പർ കളറാണ്. അതിനകത്തോട്ട് നമ്മൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പ് എന്താ പറയാ, യോക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് താഴോട്ട് ഇങ്ങനെ വന്നിട്ട് നല്ല അടിപൊളിയാണ്. അത് സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഈ വി നെക്കിലോട്ടും നമ്മൾ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ, എന്ത് ഭംഗിയാന്ന് അറിയാമോ വർക്ക് കാണാൻ. അതിന്റെ ഇടയിൽ കൂടെ ഗ്രീൻ കളർ ത്രെഡ് ആണ് നമ്മൾ കൊടുത്തേക്കണേ. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആണ്. ഈ ഇടയിൽ കാണുന്നതെല്ലാം ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് അതുപോലെ സീക്വൻസും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ സ്ലീവിലോട്ട് നമ്മൾ ഒരു ലെയർ ഇതേപോലെ ആ ഗ്രീൻ കളർ ത്രെഡ് എല്ലാം വെച്ചിട്ട് ഒരു ലെയർ വർക്ക് സ്ലീവിലോട്ടും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം എന്താ പറയാ, ഇനി ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എടുക്കും എന്തായാലും ചെയ്യാനായിട്ട്. 25 ഡേയ്സ് എങ്ങനെ എടുക്കും കേട്ടോ ഡെസ്പാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഈ വർക്ക് വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഫംഗ്ഷൻ വെയർ ആയിട്ട് വേറൊരു വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ലുക്ക് ആണെങ്കിൽ ഇത് ഇടുമ്പോൾ അതിന്റെ ഷേപ്പിൽ ഒരു ഭംഗി വരുന്നത്. ഈ ഒരു വർക്ക് കണ്ടോ, ഇത് നമ്മൾ ചെറിയ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഷേപ്പാണ് ഇതിന്റെ ഈ ഒരു ബസ്സിലേക്ക് വന്നേക്കുന്നത്. എന്നിട്ട് അതിന്റെ സ്ലീവിന്റെ എൻഡ് കണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുള്ളി കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ഇതിനകത്ത് സ്ലീവിന്റെ എൻഡിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേണും കൂടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ്. ഇതേപോലെയാണ് ഈ ഒരു ലുക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് ഇതേപോലത്തെ. അപ്പൊ ഞാൻ ആ പാറ്റേണും കൂടെ വേറെ ഇത് കാണിച്ചു തരാം. അപ്പം ഈ ഒരു പാറ്റേൺ നല്ല ഭംഗി, ഞാൻ പറഞ്ഞു നല്ല ഷേപ്പ്, ശരിക്കും നല്ല ഷേപ്പ് തോന്നും കേട്ടോ. ശരിക്കും ഈ ഒരു ഷേപ്പിലോട്ട് നമ്മൾ യോക്ക് കൊടുക്കാത്തതാണ്. ഒന്നുകിൽ ഒരു ബക്കറ്റ് ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇത് നല്ല എന്താ പറയാ, ഭയങ്കര ഷേപ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ നെക്കിലോട്ട് ഒരു നെക്കിന്റെ ഫുൾ സ്ട്രെയിറ്റ് വീവ് എന്നോടത്ത് നമ്മൾ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ നിന്ന് ഒരു കട്ടിങ് എല്ലാം കൊടുത്ത് കണ്ടോ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലോട്ട് നല്ല ഹെവി വർക്കാണ് നമ്മൾ കൊടുത്തേക്കണേ. അപ്പൊ ഇതൊരു ടോപ്പും ദുപ്പട്ട ബോട്ടം ഒക്കെ പെയർ ചെയ്ത് അതൊരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് താഴോട്ട് നമ്മൾ റൗണ്ട് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്, എൻഡില് ഇതുപോലെ റൗണ്ട് ആയിട്ട്. അപ്പൊ അതിന്റെ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പൊ തിരക്കിലും അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിന്റെ ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഞാൻ നേരത്തെ വേറെ ഇതിന്റെ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു ഹാൻഡ് വർക്കിന്റെ ഒരു ലുക്ക് വരുന്നത്. കണ്ടോ, നല്ല ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടും സീക്വൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് കണ്ടോ, ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത് പക്ഷെ ഗ്രീൻ കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്തോട്ട്. സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒരു സ്ലീവിന്റെ എൻഡില് വർക്ക് വരുന്ന ഒരു ലെയർ കട്ട് ബീഡ്സും പിന്നെ ഗ്രീൻ കളർ ത്രെഡും വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നെക്കിന്റെ